മരണത്തിന് കാരണം കൗൺസിലറുടെ മാനസിക പീഡനം. നെയ്യാറ്റിൻകരയിൽ ആത്മഹത്യ ചെയ്ത യുവാവിന്റെ അവസാന കുറിപ്പ് പുറത്ത്. നെയ്യാറ്റിൻകരയിൽ മൊബൈൽ ഫോൺ വ്യാപാരിയായിട്ടുള്ള ദിലീപ് കുമാറിനെ തൂങ്ങി മരിച്ച നിലയിലാണ് ഇന്നലെ രാവിലെ കണ്ടെത്തുന്നത്. മൊബൈൽ ഷോപ്പ് വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റായിരുന്നു അദ്ദേഹം. നെയ്യാറ്റിൻകര സ്വദേശി ഈ ദിലീപ് കുമാർ 42 വയസ്സുകാരനാണ്. നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിലെ കോൺഗ്രസ് കൗൺസിലറുടെ മാനസിക പീഡനം കാരണമാണ് തന്റെ ഈ മരണം എന്ന് വ്യക്തമാക്കുന്ന ഒരു ആത്മഹത്യാക്കുറിപ്പാണ് പുറത്തു വന്നത്. വീട്ടുകാരും ബന്ധുക്കളും ഉറ്റവരുമെല്ലാം അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഇതിന്റെ കാരണമെന്ന്. ആ സംഭവത്തിനിടയിലാണ് ഇപ്പോൾ പോലീസ് തന്നെ ആ ആത്മഹത്യാക്കുറിപ്പ് ബന്ധുക്കൾക്ക് വായിക്കാൻ വിട്ടു നൽകിയത്. ആ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു കൗൺസിലറുടെ ഇടപെടൽ പല രീതിയിൽ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന്. ഇദ്ദേഹത്തിന് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ അതൊന്നുമല്ല മരണത്തിലേക്ക് നയിച്ചതെന്ന് ബന്ധുക്കളും പറയുന്നുണ്ട്. മറ്റാരുമല്ല, സഹോദരൻ രാജീവ് പറയുന്നത് കേൾക്കാം. ഈ കൗൺസിലറുടെ ഇടപെടൽ എത്തരത്തിലാണ് ഇയാൾക്ക് ഈ മരിച്ച ദിലീപിന് പ്രശ്നമുണ്ടാക്കിയത്? പോലീസ് കാട്ടിയ ആത്മഹത്യാക്കുറിപ്പ് വായിച്ചു സഹോദരൻ രാജീവ്. ഒരു മരണത്തിൻ്റെ ഒരു കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് നമ്മളെ കടയിൽ നിന്ന്. 2 പേജുള്ള ഒരു കുറിപ്പാണ്. അപ്പോൾ അത് സ്റ്റേഷനിൽ വന്ന് അത് വായിക്കണമെന്ന് പറഞ്ഞ് വന്ന് വായിച്ചതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ച് അവൻ പറയുന്നുണ്ട് എൻ്റെ ചേട്ടൻ. പക്ഷേ അതിനെക്കാട്ട് ഉപരി മാനസികമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ചിലരുടെ ഇടപെടൽ അതിനകത്ത് വരുന്നത്. അത് നമ്മൾ ഒരു വാർഡ് കൗൺസിലർ എന്ന് പറഞ്ഞാണ് പറഞ്ഞിട്ടുള്ളത്. അത് എൻ്റെ അടുത്തല്ലാതെ തന്നെ വാർഡ് കൗൺസിലർ എന്ന് പറയുന്നതിലുപരി ചേട്ടൻ ഒരു സൂചന നേരത്തെ തന്നതിനനുസരിച്ച് ഞാൻ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ അതിൻ്റെ ഒരു മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാർഡ് കൗൺസിലർ എന്ന് പറയുമ്പോൾ നമ്മുടെ വാർഡിലുള്ള കൗൺസിലർ ഉദ്ദേശിച്ചായിരിക്കും ആണ് എൻ്റെ അടുത്ത് പറഞ്ഞു അത്. അപ്പോൾ സ്റ്റേഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സത്യസന്ധമായ ഒരു അന്വേഷണം എൻ്റെ ചേട്ടനും നമുക്കും ഒരു നീതി കിട്ടത്തക്ക രീതിയിലുള്ള സത്യസന്ധമായി പോലീസ് അന്വേഷിച്ച് ഒരു നീതി ഉറപ്പാക്കി തരണം. തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ 100% ആരായിരുന്നാലും ശിക്ഷയ്ക്ക് അർഹനാണ്. പോലീസ് സഹായിക്കും, കൃത്യമായി അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീതി ഉറപ്പാക്കണം, അതിൽ സംശയമില്ല. എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് കണ്ടുപിടിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. കൗൺസിലർ ആരാണെന്നോ പേരെന്താണെന്നോ ആത്മഹത്യക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് ഈ സഹോദരനും പറയുന്നത്. പേര് പരാമർശിക്കുന്നില്ല ആത്മഹത്യാക്കുറിപ്പിൽ. പക്ഷേ പലപ്പോഴായി പലവട്ടം ദിലീപ് സഹോദരൻ രാജീവിനോട് അക്കാര്യം പങ്കുവച്ചിരുന്നു. തന്നെ എത്രമാത്രം മാനസികമായി ഒരു കൗൺസിലർ ബുദ്ധിമുട്ടിക്കുന്നുവെന്ന്. ഈ സഹോദരൻ പറയുന്ന പേര് കൗൺസിലർ ഗ്രാമം പ്രവീൺ എന്നുള്ള ആളെ പറ്റിയാണ്. അദ്ദേഹമാണത്രേ ഇതിന് പ്രധാനപ്പെട്ട കാരണമായി കുടുംബവും പ്രധാനമായി ഉന്നയിക്കുന്നു. പ്രവീൺ എന്ന ഗ്രാമം പ്രവീണിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മൊഴി കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ആ രീതിയിൽ അതിൽ ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട്. ഗ്രാമം പ്രവീണിനെതിരെ മൊഴി കൊടുത്തു. അതെ. കുടുംബപരമായിട്ടുള്ള വിഷയമാണോ? കുടുംബത്തിനകത്തുള്ള അത് പറയുന്ന കുടുംബത്തിനകത്ത് ഒരു സ്വാധീനമാവാം. അത് ഇടപെടൽ, പ്രവീണിൻ്റെ അമിതമായ ഇടപെടൽ അതിനകത്ത് വരുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ സ്റ്റേഷനിൽ മൊഴി കൊടുത്തപ്പോൾ അത് പറഞ്ഞിട്ടുമുണ്ട്. ഈ അമിതമായിട്ടുള്ള ഇടപെടൽ എന്താണ് എന്നുള്ളതൊക്കെയാണ് പോലീസ് അന്വേഷിക്കേണ്ടത്. എന്താണെങ്കിലും കൂടുതൽ അന്വേഷണം നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സംസ്കാര ചടങ്ങ് കഴിഞ്ഞ് വൈകിട്ട് ഏതാണ്ട് 4 മണിയോട് കൂടിയാണ് നെയ്യാറ്റിൻകര സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ബന്ധുക്കൾക്ക് മുന്നിൽ പോലീസ് ഈ ആത്മഹത്യാക്കുറിപ്പ് വായിച്ചു കേൾപ്പിക്കുന്നത്. നേരത്തെ സഹോദരൻ രാജീവ് നൽകിയ മൊഴിയിൽ ആ മൊഴി പ്രകാരമുള്ള വിവരങ്ങൾ തന്നെയാണ് ആത്മഹത്യാക്കുറിപ്പിലും ഉള്ളത് എന്നുള്ളതാണ്. തന്റെ കുടുംബത്തിലേക്ക് കൗൺസിലറുടെ അനാവശ്യ കടന്നുവരവ് മാനസികമായും കുടുംബപരമായും
തളർത്തിയിരുന്നുവെന്ന് ദിലീപ് അവസാന നിമിഷങ്ങളിൽ ആ പേപ്പറിൽ വിറയാർന്ന കൈകളോടെ എഴുതിയിട്ടുണ്ട്. കുടുംബത്തിനും മരിച്ച ദിലീപിനും നീതി ലഭിക്കണമെന്നുള്ള ആവശ്യം മാത്രമാണ് സഹോദരൻ രാജീവ് ഉന്നയിക്കുന്നത്. ഇത്തരത്തിലൊരു ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ച പശ്ചാത്തലത്തിൽ മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിലാണ് പോലീസ്. ആ അന്വേഷണത്തിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തത വരുമെന്ന് പോലീസ് കരുതുകയും ചെയ്തു. അതേസമയം ഗ്രാമം പ്രവീൺ എന്ന ഈ കൗൺസിലർ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടി. പക്ഷേ അതിൽ വ്യക്തമായ മറുപടിയില്ലെങ്കിൽ പോലും ഒരു തരത്തിലും ഈ മരണവുമായി തനിക്ക് ബന്ധമില്ല എന്ന് ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുന്നുണ്ട് ഗ്രാമം പ്രവീൺ. വ്യക്തത വരട്ടെ. ഒരു യുവ വ്യാപാരിയുടെ മരണത്തിന്, അതും ജീവൻ ഒടുക്കാനായി മരത്തിന് മുകളിൽ കയറുകെട്ടി ഞാന്ന് കിടന്ന ആ ദിലീപ് കുമാറിന്റെ ജീവന്റെ അപഹരിക്കാനുള്ള കാരണം അതെന്താണേലും അത് കണ്ടെത്തുക തന്നെ വേണം. ഒരു കുടുംബത്തിന്റെ ആവശ്യമാണ്.